Dear students, +1 ബോട്ടണി ക്ലാസ്സിൻ്റെ പുതിയൊരു സെക്ഷനിലേക്ക് സ്വാഗതം. നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ചാപ്റ്ററാണ്, ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. അതിനകത്ത് നമ്മൾ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ കിങ്ഡം പ്രൊട്ടിസ്റ്റ വരെ കഴിഞ്ഞ സെക്ഷനിൽ കംപ്ലീറ്റ് ചെയ്തു. ഈ ഒരു സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കിങ്ഡം ഫഞ്ചൈ ആണ്. തേർഡ് കിങ്ഡമായ കിങ്ഡം ഫഞ്ചൈ, മൊണീറ, പ്രൊട്ടിസ്റ്റ ആൻഡ് തേർഡ് കിങ്ഡം ഫഞ്ചൈ. കിങ്ഡം ഫഞ്ചൈയുടെ ജനറൽ ക്യാരക്ടേഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ഒന്നും കൂടെ പറയുന്നുണ്ട്, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. യുകാരിയോട്ടിക് ആണ്, യൂണിസെല്ലുലാർ ഫോംസ് ഉണ്ട്, മെജോറിറ്റിയും മൾട്ടി സെല്ലുലാറാണ്, ക്ലോറോപ്ലാസ്റ്റ് ആബ്സെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഓട്ടോട്രോഫ് അല്ല, ഹെറ്ററോട്രോഫ്സ് ആണ്. ഹെറ്ററോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ്. അതിൽ ചില ഗ്രൂപ്പ്സ് സാപ്രോഫൈറ്റ്സും ചില ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ ചില ഫംഗസ് പാരസൈറ്റ്സും ആണ്. അപ്പോൾ ഓട്ടോട്രോഫ്സ് എന്നുള്ളൊരു കാറ്റഗറി ഫംഗസിലില്ല. എല്ലാ ഫംഗസും, എല്ലാ ഫഞ്ചൈയിലെ എല്ലാ മെമ്പേഴ്സും ഹെറ്ററോട്രോഫ്സ് ആണ്. ഐദർ ദേ മേ ബി സാപ്രോഫൈറ്റ് ഓർ പാരസൈറ്റ്. ഇത്രയാണ് കിങ്ഡം ഫഞ്ചൈയിലെ ജനറൽ ക്യാരക്ടർ വരുന്നത്. ദെൻ സെൽ വാൾ പ്രസൻ്റ് ആണ്, ആൻഡ് വിച്ച് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കൈറ്റിൻ ആൻഡ് സെല്ലുലോസ്, ഫംഗൽ സെല്ലുലോസ്. കൈറ്റിൻ ആണ് മെയിൻ കമ്പോണൻറ്റ്. ഫംഗൽ സെൽ വാൾ മെയ്ഡ് അപ്പ് ഓഫ് കൈറ്റിൻ ആൻഡ് ഫംഗൽ സെല്ലുലോസ്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. കൈറ്റിൻ എന്നുള്ള ടേം നോട്ട് ചെയ്ത് വെക്കാം. നെക്സ്റ്റ്, ഫംഗൽ ബോഡി. ഫംഗസിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് പറയാം. ഫംഗൽ ബോഡി എങ്ങനെ ഇരിക്കുന്നു? ഇറ്റ് ഈസ് ഫിലമെൻറ്റസ്. ഫിലമെൻറ്റസ് എന്ന് പറഞ്ഞാൽ ത്രെഡ് പോലെയാണ് ഇരിക്കുക. ഫിലമെൻറ്റസ്, മൾട്ടി സെല്ലുലാർ. ദിസ് ഫിലമെൻറ്റസ് മൾട്ടി സെല്ലുലാർ ഫംഗൽ ബോഡി ഈസ് നോൺ ആസ് ഹൈഫേ. ഫംഗസിൻ്റെ ബോഡിക്ക് പറയുന്ന പേരാണ് ഹൈഫേ. അതിൻ്റെ നേച്ചറാണ് പറഞ്ഞത്, ഫിലമെൻറ്റസ് ആണ്. ദെൻ ഒരുപാട് ഹൈഫേ കൂടിയിട്ട് ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്യും. നെറ്റ്വർക്ക് ഓഫ് ഹൈഫേ നോൺ ആസ് മൈസീലിയം. അപ്പോൾ ഫംഗൽ ബോഡിയുടെ പേര് ചോദിച്ചാൽ ഐദർ ഹൈഫേ ഓർ മൈസീലിയം എന്ന് നമുക്ക് പറയാം. ഫംഗൽ മൈസീലിയം, ഫംഗൽ ഹൈഫേ. ദെൻ ഹൈഫേ മേ ബി സെപ്റ്റേറ്റ് ഓർ അസെപ്റ്റേറ്റ്. സെപ്റ്റ എന്ന് പറഞ്ഞാൽ ക്രോസ് വാൾ ആണ്. സെപ്റ്റ ഉള്ള ഹൈഫേ ഉണ്ട്, ക്രോസ് വാൾ അല്ലെങ്കിൽ സെപ്റ്റ ഇല്ലാത്ത ഹൈഫയും ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പിക്ചർ ഹൈഫേ ആണ്. ഹൈഫയുടെ ഒരു നേച്ചർ നമുക്ക് അതിനകത്ത് കാണാം. മൈക്രോസ്കോപ്പിക് ആണ് കേട്ടോ. അപ്പോൾ ഹൈഫേ 2 ടൈപ്പ് ആണ് നമ്മൾ പറഞ്ഞു, സെപ്റ്റേറ്റ് ആൻഡ് അസെപ്റ്റേറ്റ്. സെപ്റ്റ അല്ലെങ്കിൽ ക്രോസ് വാൾ ഉള്ളതാണ് സെപ്റ്റേറ്റ്. അപ്പോൾ സെപ്റ്റ ഉണ്ടാവുമ്പം അത് യൂണി ന്യൂക്ലിയേറ്റ് ആണ്, യൂണി ന്യൂക്ലിയേറ്റ്. അസെപ്റ്റേറ്റ് അല്ലെങ്കിൽ സെപ്റ്റ ക്രോസ് വാൾ ഇല്ല എങ്കിൽ അത് മൾട്ടി ന്യൂക്ലിയേറ്റ് ആണ്. അപ്പോൾ എല്ലാ ന്യൂക്ലിയസും കൂടെ ഒരു കോമൺ സൈറ്റോപ്ലാസത്തിൽ സസ്പെൻഡ് ചെയ്ത് ഇങ്ങനെ കാണും. മറ്റേതാണെങ്കിലോ ഓരോ ന്യൂക്ലിയസ് ഓരോ സെല്ലായിട്ട് തന്നെ എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ഒരു സെല്ല് അതിനൊരു ന്യൂക്ലിയസ്. അപ്പോൾ നിങ്ങൾ കാണുന്ന പിക്ചറിനകത്ത് സെപ്റ്റേറ്റ് ഹൈഫയും അസെപ്റ്റേറ്റ് ഹൈഫയും ഉണ്ട്. സെപ്റ്റേറ്റ് ഹൈഫയാണ് ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് സെപ്റ്റേറ്റ് ഹൈഫയാണ്. അതിനകത്ത് ഓരോ സെല്ലിനും ഓരോ ന്യൂക്ലിയസ് ആണുള്ളത്. പക്ഷേ അസെപ്റ്റേറ്റ് ഹൈഫേ മൾട്ടി ന്യൂക്ലിയേറ്റ്, ഒരുപാട് ന്യൂക്ലിയസ് ഒന്നിച്ച് കാണുന്ന ഒരു കണ്ടീഷനായിരുന്നു ഉണ്ടായിരുന്നത്. ഈ മൾട്ടി ന്യൂക്ലിയേറ്റ് കണ്ടീഷനെ പറയുന്ന പേരാണ് സീനോസൈറ്റിക് മൾട്ടി ന്യൂക്ലിയേറ്റ് കണ്ടീഷൻ. അപ്പോൾ സെപ്റ്റേറ്റ് ഹൈഫേ എൻലാർജ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അസെപ്റ്റേറ്റ് മറ്റേ പിക്ചറിനകത്ത് നിങ്ങൾ കണ്ടു. ഇനി ബ്രാഞ്ചഡോ അൺബ്രാഞ്ചഡോ ആവാം ടോം. സെപ്റ്റേ ബ്രാഞ്ചഡ് ആവാം, അൺബ്രാഞ്ചഡ് ആവാം. നൗ ന്യൂട്രീഷൻ ഇൻ ഫംഗസ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, ഇൻ ഫഞ്ചൈ ക്ലോറോപ്ലാസ്റ്റ് ആബ്സെൻറ്റ്, സോ ഓൾ ദ മെമ്പേഴ്സ് ആർ ഹെറ്ററോട്രോഫ്സ് അല്ലേ. ദെൻ ഹെറ്ററോട്രോഫ്സ് തന്നെ അഗെയിൻ സബ്ഡിവൈഡഡ് ഇൻ ടു 3 ഗ്രൂപ്പ്സ്: സാപ്രോഫൈറ്റിക് ഫംഗസ്, parasitic fungus and symbiotic fungus. Saprophytic fungi means fungi depend on dead organic matter for food. Parasitic fungi depend on host for food. അത് ഹോസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്, അതിൽ ഹോസ്റ്റിൽ നിന്നാണ് ഫുഡ് അബ്സോർബ് ചെയ്യുക. ആൻഡ് സിംബയോട്ടിക് ഫഞ്ചൈ മ്യൂച്വലി ബെനിഫിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലൂടെയാണ് അവർക്ക് ഫുഡ് അവൈലബിൾ ആകുന്നത്. സിംബയോട്ടിക് ഫംഗസ്, മ്യൂച്വലി ബെനിഫിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്. സിംബയോട്ടിക് അസോസിയേഷൻ. ഫംഗസിൽ കാണുന്ന ചില സിംബയോട്ടിക് അസോസിയേഷൻസിന് എക്സാമ്പിളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ലൈക്കൻ. ലൈക്കൻ, വാട്ട് ഈസ് ലൈക്കൻ? സിംബയോട്ടിക് അസോസിയേഷൻ ബിറ്റ്വീൻ ആൽഗെ ആൻഡ് ഫഞ്ചൈ. നിങ്ങൾ പഠിക്കുമ്പോൾ ആൽഗെ പ്ലസ് ഫംഗസ്, ആൽഗെ പ്ലസ് ഫഞ്ചൈ അങ്ങനെ തന്നെ പഠിക്കുക. സിംബയോട്ടിക് അസോസിയേഷൻ ബിറ്റ്വീൻ ആൽഗെ ആൻഡ് ഫഞ്ചൈ. ദെൻ അനദർ എക്സാമ്പിൾ, മൈക്കോറൈസ. Mycorrhiza is the symbiotic association between fungi and roots of higher plants. ഓക്കെ, അപ്പോൾ 2 എക്സാമ്പിൾ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചോളാം. ലൈക്കൻസ് ആർ symbiotic association between algae and fungi.
മൈക്കോറൈസെ സിംബയോട്ടിക് അസോസിയേഷൻ ബിറ്റ്വീൻ ഫഞ്ചി ആൻഡ് റൂട്ട്സ് ഓഫ് ഹയർ പ്ലാന്റ്സ്. റൈസ എന്ന് പറയുന്നത് റൂട്ടുമായിട്ട് ബന്ധപ്പെട്ട ടേമാണ്. മൈക്കോ എന്നത് ഫംഗസും. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാണുന്നത് ലൈക്കനാണ്. ലൈക്കൻ ഇതുപോലെയാണ് കാണുക. ഇതിൽ ആൽഗൽ പാർട്ട് എവിടെ, ഫംഗൽ പാർട്ട് എവിടെയെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല. അവർ രണ്ടും കൂടെ ഒരുമിച്ച് ചേർന്ന് ഒരു സിംഗിൾ ഓർഗാനിസം പോലെയാണ് അത് എക്സിസ്റ്റ് ചെയ്യുക. നമ്മൾ മരത്തിൻ്റെ ട്രീ ട്രങ്കിലൊക്കെ കാണാൻ പറ്റുന്നതാണ്. ഇതും ലൈക്കനാണ്. അസ്നിയ എന്ന് പറയുന്ന ഒരു ലൈക്കനാണിത്. നിങ്ങൾക്ക് പ്രാക്ടിക്കലിന് ചെയ്യാനുള്ള ഒരു സ്പെസിമെനാണ് അസ്നിയ. അതിൻ്റെ ഫ്രൂട്ടിംഗ് ബോഡി ഒരു കപ്പ് ഷേപ്ഡ് സ്ട്രക്ചറൊക്കെ അതിനകത്ത് കാണാം. ഇതൊരു ലൈക്കനാണ്. ആൽഗയുടെയും ഫംഗസിൻ്റെയും കൂടെ അസോസിയേഷനാണ്. ദെൻ മൈക്കോറൈസെ, പൈനസിൻ്റെ റൂട്ടിനകത്ത്, പൈനസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ഉണ്ട്, പൈനസ്, അതിൻ്റെ റൂട്ടിനകത്ത് ഫംഗസിൻ്റെ അസോസിയേഷൻ കാണാം. ഇങ്ങനെയുള്ള റൂട്ടുമായിട്ടുള്ള അസോസിയേഷനെയാണ് നമ്മൾ മൈക്കോറൈസെ എന്ന് പറയാം. റൈസ എന്നുള്ള ടേം റൂട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത ടേമാണ്. അതുപോലെ മൈക്കോ എന്നുള്ളത് ഫംഗസുമായിട്ടും റിലേറ്റ് ചെയ്ത ടേമാണ്. അപ്പോൾ മൈക്കോറൈസൽ അസോസിയേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ റൂട്ടിൻ്റെ സർഫസ് ഏരിയ കൂടും. അപ്പോൾ റൂട്ടിന് കൂടുതൽ വാട്ടർ അബ്സോർബ് ചെയ്യാൻ പറ്റും. ദെൻ ലൈക്കൻസിൻ്റെ വേറൊരു ഇമ്പോർട്ടൻസ് ആണ്, ലൈക്കൻ പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അപ്പോൾ ഒരു ഏരിയയിൽ ലൈക്കൻസ് വളരുന്നുണ്ട് എങ്കിൽ ആ ഭാഗത്ത് പൊല്യൂഷൻ കുറവാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ലൈക്കൻ ഉണ്ടായിരുന്ന ഒരു ഏരിയയിൽ നിന്ന് ഗ്രാജുവലി ലൈക്കൻ ഡിസപ്പിയർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഏരിയയിലെ എയർ പൊല്യൂട്ടഡ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ലൈക്കൻസിൽ ആൽഗെ ഫംഗസിന് വേണ്ടിയുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യും, ഫംഗസ് ആൽഗേനെ പ്രൊട്ടക്റ്റ് ചെയ്യും. അങ്ങനെ പരസ്പരം മ്യൂച്വലി ബെനിഫിറ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷനാണ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് പാർട്ട് റീപ്രൊഡക്ഷൻ ഇൻ ഫംഗസ്. ഫംഗയിൽ റീപ്രൊഡക്ഷൻ 3 രീതിയിലാണ് നടക്കുന്നത്. വെജിറ്റേറ്റീവ്, അസെക്ഷുവൽ ആൻഡ് സെക്ഷുവൽ. 3 മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഉണ്ട്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ യൂഷ്വലി ത്രൂ ഫ്രാഗ്മെൻറ്റേഷൻ, ഫിഷൻ ആൻഡ് ബഡ്ഡിങ്. ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട്, ഹൈഫൈ ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് മുറിഞ്ഞു പോവുക. ദെൻ ഫിഷൻ, ബഡ്ഡിങ്. അതുപോലെ 3 മെത്തേഡിലൂടെയാണ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കുക. അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ത്രൂ അസെക്ഷുവൽ സ്പോർസ്. അസെക്ഷുവൽ സ്പോറിന് എക്സാമ്പിളാണ് കൊണീഡിയോസ്പോർ, സ്പൊറാൻജിയോസ്പോർ ഒക്കെ. ദെൻ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ത്രൂ സെക്ഷുവൽ സ്പോർസ്. സെക്ഷുവൽ സ്പോറിന് എക്സാമ്പിളാണ് oospore, ascospore, basidiospore എക്സെട്ര. അപ്പോൾ റീപ്രൊഡക്ഷൻ ഇൻ ഫംജൈ either through vegetative or asexual or sexual. Then vegetative by fragmentation, fission or budding. ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ പീസസ് ആയിട്ട് മുറിയുക, ഫിഷൻ സെല്ല് ഡിവൈഡ് ചെയ്യുക, ബഡ്ഡിങ് എന്ന് പറഞ്ഞാൽ ഒരു ബഡ് അല്ലെങ്കിൽ ഒരു മുകുളം വന്നിട്ട് അത് ഡിറ്റാച്ച് ചെയ്തിട്ട് പുതിയ ഓർഗാനിസം ഉണ്ടാവുക. അതുപോലെ സെക്ഷുവൽ സ്പോറും അസെക്ഷുവൽ സ്പോറും അതിന് എക്സാമ്പിൾസും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി ഓരോ ഗ്രൂപ്പ് ഡിസ്കസ് ചെയ്യുമ്പോഴും അതിനകത്ത് വരുന്ന സ്പോർസിനെ കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഇതിപ്പോൾ ഒരു അസെക്ഷുവൽ സ്പോറാണ്, സ്പൊറാൻജിയോസ്പോർ. അതുപോലെ ഈ ഒരു പിക്ചറിനകത്ത് നിങ്ങൾക്ക് ഡിഫറെൻറ്റ് രീതിയിലുള്ള സ്പോർസ് കാണാൻ പറ്റും. ഇനി സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്, ഫംഗസിലെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്നുള്ളത് 3 പ്രോസസ്സാണ് അതിനകത്ത് മെയിനായിട്ട് വരുന്നത്. വ്യക്തമായിട്ട് പഠിച്ചു വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലാസ്മോഗമി, കാരിയോഗമി ആൻഡ് മിയോസിസ്. ഈ 3 പ്രോസസ്സാണ് ഫംഗൽ റീപ്രൊഡക്ഷനിൽ വരുന്നത്. ഫംഗസിൽ ഏത് റീപ്രൊഡക്ഷൻ? സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ ഒരു മെയിൽ പാരൻറ്റും ഒരു ഫീമെയിൽ പാരൻറ്റും ഒക്കെ വേണമെന്നാണ് നമ്മളൊരു കൺസെപ്റ്റ്. പക്ഷേ ഫംഗസിൽ അങ്ങനെയില്ല. ഹാപ്ലോയിഡായ ഹൈഫയാണ് ഉണ്ടാവുക. ഈ ഹൈഫയിൽ 3 പ്രോസസ്സുകൾ നടക്കുന്നു: പ്ലാസ്മോഗമി, കാരിയോഗമി ആൻഡ് മിയോസിസ്. ഈ 3 പ്രോസസ്സുകളിലൂടെയാണ് ഫംഗസിൻ്റെ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടക്കുക. അപ്പോൾ എങ്ങനെയൊക്കെയാണത് പ്രോസസ്സ്, എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നത് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. അത് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സിനകത്ത്, ഫംഗസിലെ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സിനകത്ത് ചെറിയ വേരിയേഷൻസൊക്കെ ഈ ഒരു പ്രോസസ്സിൽ കാണാൻ പറ്റും. അപ്പോൾ നമുക്കതും കൂടെ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ടേമാണ് പ്ലാസ്മോഗമി. വാട്ട് ഈസ് പ്ലാസ്മോഗമി? ഗമി മീൻസ് ഫ്യൂഷൻ എന്നതാണ്. പ്ലാസ്മോഗമി, ഫ്യൂഷൻ ബിറ്റ്വീൻ സൈറ്റോപ്ലാസം ഓഫ് 2 motile ഓർ നോൺ motile ഗമീറ്റ്സ്. 2 ഗമീറ്റ്സ് അല്ലെങ്കിൽ 2 സെൽസ് അവരുടെ സൈറ്റോപ്ലാസം തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നതിനെയാണ് പ്ലാസ്മോഗമി എന്ന് പറയാം. ദെൻ കാരിയോഗമി, കാരിയോൺ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് ആണെന്നും ഗമി എന്ന് പറഞ്ഞാൽ ഫ്യൂഷൻ ആണെന്നും നിങ്ങൾക്കറിയാം. കാരിയോഗമി ഫ്യൂഷൻ ഓഫ് 2 ന്യൂക്ലിയാണ്. നേരത്തെ 2 സൈറ്റോപ്ലാസം മാത്രമേ ഫ്യൂസ് ചെയ്തിട്ടുള്ളൂ, അതിനകത്ത് 2 ന്യൂക്ലിയൈ ഫ്യൂസ് ചെയ്യാതെ കിടക്കുന്നുണ്ട്. ആ ന്യൂക്ലിയയുടെ ഫ്യൂഷനാണ് കാരിയോഗമി. ദെൻ മിയോസിസ് എന്ന് പറയുന്നത് റിഡക്ഷൻ ഡിവിഷനാണ്, റിസൾട്ടിങ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഹാപ്ലോയിഡ് സെൽസ്. ഡിപ്ലോയിഡ് ആയിട്ടുള്ള
സെല്ലിനെ ഹാപ്ലോയിഡ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് മിയോസിസ് എന്നുള്ള ഡിവിഷൻ നടക്കുന്നത്. അപ്പോൾ സെല്ലിൽ 2 തരം ഡിവിഷനാണ് നടക്കുക. മൈറ്റോസിസും മിയോസിസും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഇത്രയും പ്രോസസ്സുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഒരു സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫംഗസിൽ നടക്കുക. ഇനി ആ പ്രോസസ്സ് എങ്ങനെയെന്നുള്ളത് നോക്കാം. When 2 haploid hyphae of compatible mating type come together, അതായത് ഫംഗൽ ഹൈഫേ 2 ഹാപ്ലോയിഡ് ആണ് ഫംഗസിൻ്റെ ബോഡിയുടെ നേച്ചർ. ഹാപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ സെല്ലിനകത്ത് ഒരു സെറ്റ് ക്രോമസോം മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഹൈഫേ മെയ്റ്റിംഗ് ടൈപ്പ് ഓഫ് ഹൈഫേ, പ്ലസും മൈനസും ഹൈഫേ, മെയിൽ ഫീമെയിൽ എന്ന് പറയുന്നതിന് പകരം മെയ്റ്റിംഗ് ടൈപ്പ് ഓഫ് ഹൈഫേ അടുത്ത് വരുമ്പം പ്ലാസ്മോഗമി ഒക്കർ. ഫസ്റ്റ് അവരുടെ സൈറ്റോപ്ലാസം തമ്മിൽ ഫ്യൂസ് ചെയ്യും, പ്ലാസ്മോഗമി. ദെൻ സൈറ്റോപ്ലാസം ഫ്യൂസ് ചെയ്തിട്ട് പിന്നെ എക്സിസ്റ്റ് ചെയ്യുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് ഡൈകാരിയോട്ടിക് സ്റ്റേജാണ്. സൈറ്റോപ്ലാസം മാത്രം ഫ്യൂസ് ചെയ്യും. അപ്പോൾ ഒരു സെല്ല് ഒന്നാവും, പക്ഷേ അതിനകത്ത് 2 ന്യൂക്ലിയൈ സെപ്പറേറ്റ് തന്നെ എക്സിസ്റ്റ് ചെയ്യും. അങ്ങനെ സെൽ വിത്ത് 2 ന്യൂക്ലിയൈ ആണ് ഡൈകാരിയോട്ടിക് സെൽ അല്ലെങ്കിൽ ഡൈകാരിയോട്ടിക് സ്റ്റേജ് എന്ന് പറയാം. ലേറ്റർ കാരിയോഗമി ഒക്കർ, അതായത് ഇനി ഫ്യൂസ് ചെയ്യാതെ കിടക്കുന്ന 2 ന്യൂക്ലിയയും കൂടെ തമ്മിൽ ഫ്യൂസ് ചെയ്യും. അപ്പോൾ ആദ്യം സെൽസ് തമ്മിൽ ഫ്യൂസ് ചെയ്യും, സെല്ലിൻ്റെ സൈറ്റോപ്ലാസം മാത്രം ഫ്യൂസ് ചെയ്യും. ദെൻ ഫ്യൂസ് ചെയ്യാതെ കിടന്ന ന്യൂക്ലിയസ് 2ാമത്തെ സ്റ്റേജിൽ ഫ്യൂസ് ചെയ്യും. ആദ്യത്തെ സ്റ്റേജിനെയാണ് നമ്മൾ പ്ലാസ്മോഗമി എന്ന് പറഞ്ഞത്. ന്യൂക്ലിയസിൻ്റെ ഫ്യൂഷനെയാണ് നമ്മൾ കാരിയോഗമി എന്ന് പറയുന്നത്. അപ്പോഴാണ് ഡിപ്ലോയിഡ് ആയ ഒരു സെല്ലുണ്ടാവുക. എന്നും കൂടി 2n ഡിപ്ലോയിഡ് സെല്ലുണ്ടാവും. ദെൻ അതിനകത്ത് ഈ ഡിപ്ലോയിഡ് ഹൈഫേ ഡെവലപ്പ് ഇൻ ടു ഫ്രൂട്ടിംഗ് ബോഡി. ഓക്കെ, അപ്പോൾ 2 ഹാപ്ലോയിഡ് ഹൈഫേ കൂടിച്ചേർന്നുണ്ടാകുന്ന ഡിപ്ലോയിഡ് ഹൈഫയിൽ നിന്ന് ഫ്രൂട്ടിംഗ് ബോഡി എന്നുള്ളൊരു സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യും. ആ ഫ്രൂട്ടിംഗ് ബോഡിക്ക് പല ടൈപ്പ് ഫംഗസിലും പല ഷേപ്പാണുള്ളത് കേട്ടോ, വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ നമ്മൾ ഫ്രൂട്ടിംഗ് ബോഡി ഡെവലപ്പ് ചെയ്യുന്നു. ഈ ഫ്രൂട്ടിംഗ് ബോഡിയിലാണ് മിയോസിസ്, 3ാമത്തെ പ്രോസസ്സ് നടക്കുക. മിയോസിസ് നടന്നിട്ട് അതിനകത്ത് ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പോർസ് ഉണ്ടാവും. ആ സ്പോർ ജെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പുതിയ ഹൈഫേ തന്നെ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ പറഞ്ഞത് ഇത്രയാണ്. കോമ്പാക്റ്റിബിൾ മേറ്റിംഗ് ടൈപ്പ് ഹൈഫേ അടുത്ത് വരുമ്പോൾ അവർ തമ്മിൽ ആദ്യം പ്ലാസ്മോഗമി നടക്കും, പിന്നെ കാരിയോഗമി നടക്കും, എന്നിട്ട് ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു ഹൈഫേ ഫോം ചെയ്യും. ഡിപ്ലോയിഡ് ഹൈഫേയിൽ നിന്നും ഫ്രൂട്ടിംഗ് ബോഡി ഡെവലപ്പ് ചെയ്യും. ഫ്രൂട്ടിംഗ് ബോഡിക്കകത്ത് മിയോസിസ് നടക്കുന്നു. മിയോസിസ് നടന്നിട്ട് ഹാപ്ലോയിഡ് സ്പോർസ് ഉണ്ടാവുന്നു. ആ സ്പോർസ് ജെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹാപ്ലോയിഡായ ഒറിജിനൽ ഫംഗൽ ഹൈഫേ തന്നെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഒരു പിക്ചറിനകത്ത് നിങ്ങൾ കാണുന്നത് ഫംഗൽ ഹൈഫയുടെ ഫ്യൂഷനാണ്. പ്ലാസ്മോഗമി കാണാം, 2 ന്യൂക്ലിയൈ സെപ്പറേറ്റ് തന്നെ നിൽക്കുന്നു, സൈറ്റോപ്ലാസം മാത്രം ഫ്യൂസ് ചെയ്തിട്ട്. ദെൻ മഷ്റൂമിൻ്റെ ഗാരിക്കസ് അല്ലെങ്കിൽ മഷ്റൂമിൻ്റെ ലൈഫ് സൈക്കിളാണ് കാണുന്നത്. അതിനകത്ത് പ്ലാസ്മോഗമി, കാരിയോഗമി, അത് കഴിഞ്ഞ് ഫ്രൂട്ടിംഗ് ബോഡി ഉണ്ടാവുന്നതും അതിനകത്ത് മിയോസിസ് നടന്നിട്ട് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും ആ സ്പോറ് ജെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഫേ പ്രൊഡ്യൂസ് ചെയ്യുന്നതും കാണാൻ പറ്റും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഓരോ ഗ്രൂപ്പിനകത്തും ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവും. ഇനി ഫംഗസിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. കിങ്ഡം ഫംജൈ അഗെയിൻ സബ്ഡിവൈഡഡ് ഇൻ ടു 4 ഗ്രൂപ്പ്സ്: ഫൈക്കോമൈസിഡ്സ്, ആസ്കോമൈസിഡ്സ്, ബെസിഡിയോമൈസിഡ്സ് ആൻഡ് ഡ്യൂട്രോമൈസിഡ്സ്. ഓക്കെ, നമ്മൾ ഈ ഓർഡറിൽ തന്നെ പഠിച്ചു പോകണം, അത് പ്രിമിറ്റീവ് ടു അഡ്വാൻസ്ഡ് ആണ്. ഫൈക്കോമൈസിഡ്സ്, ആസ്കോമൈസിഡ്സ്, ബെസിഡിയോമൈസിഡ്സ് ആൻഡ് ഡ്യൂട്രോമൈസിഡ്സ് ഫംഗയുടെ 4 ഗ്രൂപ്പ്സാണ്, സബ് ഡിവിഷൻസാണ്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓരോ ഗ്രൂപ്പിൻ്റെയും ചെറിയൊരു അക്കൗണ്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് വിത്ത് എക്സാമ്പിൾസ്. അതിൻ്റെ സെക്ഷുവൽ സ്പോർ, അസെക്ഷുവൽ സ്പോർ, ഇങ്ങനത്തെ കാര്യങ്ങളും കുറച്ച് എക്സാമ്പിൾസൊക്കെ വെച്ചിട്ടാണ് ഓരോ ഗ്രൂപ്പും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫംഗസിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത് ജസ്റ്റ് ഒന്നും കൂടെ ഒരു പിക്ചറും കൂടെ കൊടുത്തിട്ടുണ്ട്. ഫൈക്കോമൈസിഡ്സ്, ആസ്കോമൈസിഡ്സ്, ബെസിഡിയോമൈസിഡ്സ്, ഡ്യൂട്രോമൈസിഡ്സ്. അതിനകത്ത് എക്സാമ്പിൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, അത് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ആദ്യത്തെ ഗ്രൂപ്പ് ഫൈക്കോമൈസിഡ്സ്. ഫൈക്കോമൈസിഡ്സ് ഏറ്റവും പ്രിമിറ്റീവ് ഗ്രൂപ്പാണ് ഫംഗസിലെ. ദെൻ അതിൻ്റെ ജനറൽ ക്യാരക്ടേഴ്സാണ് പറയാൻ പോകുന്നത്. മെജോറിറ്റിയും സാപ്രോഫൈറ്റ്സ് ആണ്. അക്വാട്ടിക് ഫോംസ് ഉണ്ട്. സാപ്രോഫൈറ്റ്സ് ഡീക്കേയിങ് വുഡിലോ അല്ലെങ്കിൽ മോയിസ്റ്റ് ഡാംപ് പ്ലേസിലൊക്കെയാണ് സാധാരണ കാണുക. ദെൻ ഫംഗൽ ഹൈഫേ മൈസീലിയം അസെപ്റ്റേറ്റ് ആണ്, ക്രോസ് വാൾ ഇല്ല, സെപ്റ്റ ഇല്ല, അതുകൊണ്ട് തന്നെ സീനോസൈറ്റിക് ആണ്. അസെപ്റ്റേറ്റ് സീനോസൈറ്റിക് ആണ്. ദെൻ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഒക്കെ ത്രൂ അസെക്ഷുവൽ സ്പോർസ്. 2 തരം അസെക്ഷുവൽ സ്പോർസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മോട്ടൈൽ സൂസ്പോസും നോൺ മോട്ടൈൽ അപ്ലാനോസ്പോസും. അതുപോലെ സെക്ഷുവൽ സ്പോറായിട്ട് ഫോം ചെയ്യുന്നത് സൈഗോസ്പോറാണ്. സൈഗോസ്പോർ ഫോം ചെയ്യുന്നത് ഐസോഗമി, അനൈസോഗമി ഓർ ഊഗമി, ഈ 3 ഫ്യൂഷനിലൂടെയാണ്.
ഐസോഗമി എന്ന് പറഞ്ഞാൽ ഫ്യൂഷൻ ബിറ്റ്വീൻ സെയിം സെൽസ് ആണ്. അനൈസോഗമി നിങ്ങൾക്ക് ഈ പിക്ചറിനകത്ത് കാണാൻ പറ്റും. ഐസോഗമി സെയിം ടൈപ്പ് ഓഫ് സെൽസ് ആണ് ഫ്യൂസ് ചെയ്യുന്നത്. അനൈസോഗമിയിൽ 2 തരം സെൽസ് ആണ്, ഒന്ന് വലുതും ഒന്ന് ചെറുതുമാണ്. ഊഗമിയിൽ ഒരെണ്ണം നോൺ മോട്ടൈലും ഒരെണ്ണം മോട്ടൈലുമാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു ഫ്യൂഷനിലൂടെയാണ് സാധാരണ സൈഗോസ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കാണുന്നത് സൂസ്പോർ ആണ്, അസെക്ഷുവൽ സ്പോറായ സൂസ്പോർ മോട്ടൈലാണ്. അപ്ലാനോസ്പോർ ആണ് ഈ കാണുന്നത്. ഇത് അസെക്ഷുവൽ സ്പോർ തന്നെയാണ്, പക്ഷേ നോൺ മോട്ടൈലാണ്. അപ്ലാനോസ്പോസ് ആണ് ഈ കാണുന്നത്. മ്യൂക്കറിനകത്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അപ്ലാനോസ്പോസ്. അപ്പം 3 ടൈപ്പ് സ്പോസ് പഠിച്ചു. സൂസ്പോർ, അപ്ലാനോസ്പോർ, അതുപോലെ സൈഗോസ്പോർ. ഓക്കെ, എക്സാമ്പിൾസ് ആണ് മ്യൂക്കർ. മ്യൂക്കർ ഒരു സാപ്രോഫൈറ്റിക് ഫംഗസ് ആണ്. റൈസോപ്പസ്, ഓൾസോ നോൺ ആസ് ബ്രെഡ് മോൾഡ്. ഓക്കെ, ആൽബുഗോ പാരസൈറ്റ് ആണ്. പാരസൈറ്റ് ഓൺ മസ്റ്റാർഡ് പ്ലാന്റിൽ പാരസൈറ്റിക് ആയിട്ട് കാണുന്ന ഒരു ഫംഗസ് ആണ് ആൽബുഗോ. അപ്പോൾ ഈ 3 ഫംഗസും മ്യൂക്കർ, റൈസോപ്പസ്, ആൽബുഗോ, ഇറ്റ് ഈസ് കമ്മിങ് അണ്ടർ ഫൈക്കോമൈസിറ്റ്സ്. അപ്പോൾ ഫൈക്കോമൈസിറ്റ്സിൻ്റെ എല്ലാ ക്യാരക്ടേഴ്സും ഇതിനകത്തുണ്ടാവും. റൈസോപ്പസ് ബ്രെഡിൽ കാണുന്ന, സാധാരണ നമ്മൾ ബ്രെഡിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പൂപ്പൽ തന്നെയാണ് റൈസോപ്പസ് എന്ന് പറയുന്നത്. അതിനകത്ത് സ്പൊറാഞ്ചിയോസ്പോറാണ് പ്രൊഡ്യൂസ് ചെയ്യുക. സ്പൊറാഞ്ചിയോസ്പോർ ആയിട്ട്, അതായത് ഒരു അസെക്ഷൽ സ്പോറാണ് സ്പൊറാഞ്ചിയോസ്പോർ. നേരത്തെ നമ്മൾ പിക്ചറിനകത്ത് കണ്ടിരുന്നു. സ്പൊറാഞ്ചിയോസ്പോറിൻ്റെ പിക്ചർ നിങ്ങൾ നേരത്തെ കണ്ടതാണ്. അപ്പോൾ ഈ ഗ്രൂപ്പിനകത്ത് അസെക്ഷൽ സ്പോർ വഴി റാപ്പിഡായിട്ട് മൾട്ടിപ്ലിക്കേഷൻ നടക്കും. അപ്പോൾ നിങ്ങൾ കാണുന്നത് സ്പൊറാഞ്ചിയോസ്പോറാണ് റൈസോപ്പസിൽ. ഓക്കെ, സ്പൊറാഞ്ചിയം അല്ലെങ്കിൽ സ്പോർ സാക്കിനകത്താണ് സ്പൊറാഞ്ചിയോസ്പോർ പ്രൊഡ്യൂസ് ചെയ്യുക. ആ സ്പോർ സാക്ക് പൊട്ടി സ്പോർ പുറത്ത് വരുന്നതും ഒക്കെ കാണാൻ പറ്റും നിങ്ങൾക്ക് ഈ പിക്ചറിനകത്ത്. അതിനകത്തുള്ള ലാബലിംഗ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കാം. നെക്സ്റ്റ് ഗ്രൂപ്പ് ആസ്കോമൈസിറ്റ്സ് ആണ്. ആസ്കോമൈസിറ്റ്സ് ഓൾസോ നോൺ ആസ് സാക്ക് ഫഞ്ചി. ഓക്കെ, സാക്ക് ഫഞ്ചി. ഇനി അതിൻ്റെ ജനറൽ ക്യാരക്ടേഴ്സ് നോക്കാം. മൾട്ടി സെല്ലുലാർ ഫോംസ് ആണ് കൂടുതലുള്ളത്. യൂണിസെല്ലുലാർ ഫോംസ് ഉണ്ട്. ഈസ്റ്റ് അതിനൊരു എക്സാമ്പിളാണ്. ഈസ്റ്റ് യൂണിസെല്ലുലാർ ഫംഗസ് ആണ്. ദെൻ സാപ്രോഫൈറ്റിക് ആണ്. സം മെമ്പേഴ്സ് ആർ പാരസൈറ്റിക്, സം ആർ കോപ്രോഫിലസ്. കോപ്രോഫിലസ് എന്ന് പറയുന്നത് കൗഡങ്ങിൽ കാണുന്ന ഫംഗസിനെയാണ് കോപ്രോഫിലസ് എന്ന് പറയുക. കോപ്രൈനസ് പോലുള്ള കോപ്രോഫിലസ് ഫംഗസ്. ദെൻ മൈസീലിയം സെപ്റ്റേറ്റ് ബ്രാഞ്ചഡ് ആണ്. അപ്പോൾ ഒരു കാര്യം നോക്കാനുള്ളത്, ഫൈക്കോമൈസിറ്റ്സിൽ മാത്രമേ അസെപ്റ്റേറ്റ് മൈസീലിയം ഉള്ളൂ. ആസ്കോമൈസിറ്റ്സിലും ബെസിഡിയോമൈസിറ്റ്സിലും ഡ്യൂട്രോമൈസിറ്റ്സിലും സെപ്റ്റേറ്റ് മൈസീലിയം തന്നെയാണുള്ളത്. സെപ്റ്റേറ്റ് യൂണിന്യൂക്ലിയേറ്റ് സെപ്റ്റേറ്റ് ബ്രാഞ്ചഡ് മൈസീലിയമാണ് ഉണ്ടാവുക. ദെൻ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് അതിൻ്റെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അസെക്ഷുവൽ സ്പോർ. അസെക്ഷുവൽ സ്പോർ കൊണീഡിയോസ്പോറാണ്. കൊണീഡിയോസ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണീഡിയം എന്ന് പറയുന്ന സ്ട്രക്ചറിനകത്താണ്. ദെൻ സെക്ഷുവൽ സ്പോർ ആസ്കോമൈസിറ്റ്സിൽ സെക്ഷുവൽ സ്പോർ ആസ്കോസ്പോറാണ്. ആസ്കോസ്പോർ പ്ലാസ്മോഗമി കാരിയോഗമി ഒക്കെ നടന്നിട്ട് ആണ് ആസ്കോസ്പോർ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് കൊടുത്തിട്ടുള്ള ഒരു എക്സാമ്പിളാണ് ഈസ്റ്റ്. ഓക്കെ, ഈസ്റ്റ് ഓർ സക്കാരോമൈസിറ്റ്സ്. സക്കാരോമൈസിറ്റ്സ് സെർവിസി എന്നാണ് ഈസ്റ്റിൻ്റെ ഫുൾ നെയിം. സക്കാരോമൈസിറ്റ്സ് എന്നെങ്കിലും പഠിച്ചു വെക്കുക. യൂണിസെല്ലുലാർ ഫംഗസ് ആണ്. സാധാരണ അത് ബഡ്ഡിങ് എന്നുള്ള അസെക്ഷൽ മെത്തേഡിലൂടെ അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് മെത്തേഡിലൂടെയാണ് അത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈസ്റ്റ് ഒരുപാട് എക്കണോമിക് ഇമ്പോർട്ടൻസ് ഉള്ളൊരു ഫംഗസ് ആണ്. നമ്മൾ ഫെർമെൻറ്റേഷന് വേണ്ടി, മാവ് പുളിപ്പിക്കാനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈസ്റ്റ്. ഇതുപോലെ ബോൾസ് ആയിട്ടാണ് കിട്ടുക. ഇപ്പം നിങ്ങൾ കാണുന്നത് കൊണീഡിയോസ്പോറാണ്. നമ്മൾ പറഞ്ഞു പെൻസിലിയത്തിലൊക്കെ അസെക്ഷൽ സ്പോറായിട്ട് ആസ്കോമൈസിറ്റ്സിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണീഡിയോസ്പോറാണ്. അത് ഉണ്ടാവുന്ന ഹൈഫേനെ കൊണീഡിയോ 4 എന്ന് പറയും. അതിൽ നിന്ന് സ്പോസ് എക്സോജീനസ്ലി പ്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുക. അതിനകത്ത് സ്പോസൊക്കെ കാണുന്നുണ്ട്. കൊണീഡിയം എന്ന് പറയുന്ന സ്ട്രക്ചറിനകത്ത് ആണ് സ്പോസ് ഉണ്ടാവുക. ബ്രഷ് ലൈക്ക് അല്ലെങ്കിൽ ബ്രൂം ലൈക്ക് സ്ട്രക്ചേഴ്സാണ്. ആ സ്പോസ് അത് ഫംഗസിൽ നിന്ന് ഈ കൊണീഡിയത്തിൽ നിന്നും ഡിറ്റാച്ച് ചെയ്ത് പിന്നെ ഡിസ്പേഴ്സൽ നടക്കും. പുതിയ പുതിയ സ്ഥലങ്ങളിലേക്ക് ചെന്ന് ചേരും. എന്നിട്ട് അവിടെയൊക്കെ ജെർമിനേറ്റ് ചെയ്ത് മൈസീലിയ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, കൊണീഡിയോസ്പോർ കാണാം. കൊണീഡിയത്തിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നു. പെനിസിലിയത്തിലൊക്കെ കോമൺ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന അസെക്ഷൽ സ്പോറാണ് കൊണീഡിയോസ്പോർ. ഇതുപോലെ ബ്രഷ് പോലെ അല്ലെങ്കിൽ ബ്രൂം പോലെയാണ് കാണുക. അതിൻ്റെ ഡിസ്പേഴ്സലൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്, മനസ്സിലാക്കി വെക്കാം. ഇനി ആസ്കോമൈസിറ്റ്സിലെ സെക്ഷുവൽ റീപ്രൊഡക്ഷനെ കുറിച്ചാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച അതേ മെത്തേഡാണ്. 3 പ്രോസസ്സ് നടക്കും: പ്ലാസ്മോഗമി, കാരിയോഗമി ആൻഡ് മിയോസിസ്. ചെറിയ വേരിയേഷൻ ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ആദ്യം ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഹൈഫേ, കോമ്പാക്റ്റിബിൾ ഹൈഫേ, പ്ലസ് സ്ട്രെയിന്, മൈനസ് സ്ട്രെയിന്, അല്ലെങ്കിൽ മെയ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഹൈഫേ വെൻ ദേ കം ക്ലോസർ, അടുത്ത് വരുമ്പോൾ, ഈ ഹൈഫേകൾ അടുത്ത് വരുമ്പോൾ ഫസ്റ്റ് പ്ലാസ്മോഗമി ഒക്കർ. പ്ലാസ്മോഗമി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഫ്യൂഷൻ ബിറ്റ്വീൻ സൈറ്റോപ്ലാസം. അവരുടെ സൈറ്റോപ്ലാസം തമ്മിൽ ഫ്യൂസ് ചെയ്യും. ദെൻ ഇറ്റ് എൻ്റർ ഇൻ എ സ്റ്റേജ് കോൾഡ് ഡൈകാരിയോട്ടിക് ഫേസ്.
എന്ന് പറഞ്ഞാൽ ഓരോ സെല്ലിനകത്തും 2 ന്യൂക്ലിയൈ ഉണ്ടാവും. ഫ്യൂസ് ചെയ്തിട്ട് ഉള്ളത് സൈറ്റോപ്ലാസം മാത്രമാണ്, അതിനകത്ത് ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈച്ച് സെൽ ക്യാരിയിങ് 2 ന്യൂക്ലിയൈ N+N കണ്ടീഷനാണ്. ഇതാണ് ഡൈക്കാരിയോട്ടിക് ഹൈഫേ അല്ലെങ്കിൽ ഡൈക്കാരിയോട്ടിക് സ്റ്റേജ് എന്ന് പറയുന്നത്. ആസ്കോമൈസിഡ്സിൽ ഡൈക്കാരിയോട്ടിക് സ്റ്റേജ് കുറച്ച് ലെങ്തിയാണ്. അപ്പോൾ ഈ പ്ലാസ്മോഗമി നടന്നതിന് ശേഷം ഡൈക്കാരിയോട്ടിക് ഹൈഫയിൽ നിന്നും ആസ്കോകാർപ്പ് അല്ലെങ്കിൽ ഫ്രൂട്ടിംഗ് ബോഡി ഡെവലപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആസ്കോമൈസിഡ്സിലെ ഫ്രൂട്ടിംഗ് ബോഡിക്ക് പറയുന്ന പേരാണ് ആസ്കോകാർപ്പ്. കാർപ്പ് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ടുമായിട്ട് ബന്ധപ്പെട്ട ടേമാണ് കേട്ടോ. ആസ്കോകാർപ്പ് പ്രൊഡ്യൂസ് ചെയ്യും. ആസ്കോകാർപ്പിനകത്ത് സ്പോർ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കുറേ സാക്ക് ഉണ്ടാവും. ഈ സാക്കിനെയാണ് ആസ്കസ് എന്ന് പറയാം. അപ്പോൾ ആസ്കോകാർപ്പിൽ ആസ്കസ് അല്ലെങ്കിൽ ആസ്കെയി അതിൻ്റെ പ്ലൂരലാണ്. ആസ്കസ് പ്രൊഡ്യൂസ് ചെയ്യും. ആസ്കസിനകത്ത് സെൽസ് ഉണ്ടാവും. ഈ സെല്ല് N+N കണ്ടീഷനിൽ നിന്ന് പിന്നെ ആസ്കസിനകത്ത് കാരിയോഗമി നടക്കും. So each ascus carry 2 cells which are diploid in nature. ഓരോ ആസ്കസും ഓരോ സാക്കും അതിനകത്ത് 2 സെൽസ് ഉണ്ടാവും. ആ 2 സെല്ലും ഹാപ്ലോയിഡ് അല്ല, ഡിപ്ലോയിഡ് ആണ്. ബിക്കോസ് ഇറ്റ് ഈസ് ഫോംഡ് ആഫ്റ്റർ പ്ലാസ്മോഗമി ആൻഡ് കാരിയോഗമി. 2 സെൽസ് ജോയിൻ ചെയ്തിട്ടുണ്ടായ സെൽസാണ്. അപ്പം N+N എന്നുള്ളത് വീണ്ടും കാരിയോഗമി നടന്നു വരുമ്പോൾ 2N അല്ലെങ്കിൽ ഡിപ്ലോയിഡ് എന്നുള്ള കണ്ടീഷനിലേക്ക് മാറും. ദെൻ മിയോസിസ് ഒക്കർ വിത്തിൻ ദ ആസ്കസിനകത്ത് ഈ 2 സെല്ലിലും മിയോസിസ് നടക്കും. മിയോസിസ് നടന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു റിഡക്ഷൻ ഡിവിഷനാണ്. അപ്പോൾ ഡിപ്ലോയിഡ് ആയിട്ടുള്ള സെല്ല് മിയോസിസിന് ശേഷം ഹാപ്ലോയിഡ് മാറും. അപ്പോൾ ഒരു സെല്ല് മിയോസിസ് നടന്നാൽ 4 എണ്ണം ഉണ്ടാവും. 2 സെല്ലുണ്ട് ആസ്കസിനകത്ത് നമ്മൾ പറഞ്ഞു. 2 സെല്ലിനകത്തും മിയോസിസ് നടക്കും. ദെൻ ഈച്ച് ആസ്കസ് ക്യാരി 8 ആസ്കോസ്പോർസ്. After meiosis, each ascus carry 8 ascospores. Then ascusൽ നിന്ന് ഈ ആസ്കോസ്പോസ് പൊട്ടി, ആസ്കസിൻ്റെ വോള് പൊട്ടി പുറത്തേക്ക് വരും. സ്പോറ് പുറത്തേക്ക് വരും. സ്പോറ് സ്യൂട്ടബിളായ സബ്സ്ട്രേറ്റത്തിൽ ചെന്ന് ജെർമിനേറ്റ് ചെയ്തിട്ട് ഒറിജിനൽ ഫംഗൽ ഹൈഫേ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ പഠിച്ച 3 പ്രോസസ്സും ഇതിനകത്ത് വന്നു. പ്ലാസ്മോഗമി വന്നു, അതിനുശേഷം കാരിയോഗമി വന്നു, അതിനുശേഷം മിയോസിസും വന്നു. ഓക്കെ, അതിൻ്റെ ഒരു ലൈഫ് സൈക്കിളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആസ്കസിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആസ്കോസ്പോർസാണ് ഹാപ്ലോയിഡായ സ്പോർസ്. അത് മിയോസിസിന് ശേഷമാണ് ഉണ്ടാവുക. ഇത് നിങ്ങൾ കാണുന്നത് ആസ്കോകാർപ്പാണ്, ഫ്രൂട്ടിംഗ് ബോഡി ഓർ ആസ്കോകാർപ്പ്. അതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആസ്കോസ്പോർസിൻ്റെ മൈക്രോസ്കോപ്പിക് വ്യൂ ആണ് കാണുന്നത്. അപ്പോൾ ഒരു ആസ്കസ് ആണ് ഈ കാണുന്നത്. ഒരു 3, 4, 5 ആസ്കസ് ഉണ്ട്. ഇത് ആസ്കോകാർപ്പ് എന്ന് പറയുന്ന സ്ട്രക്ചറാണ്. അതിനകത്താണ് ആസ്കസ് പ്രൊഡ്യൂസ് ചെയ്യുക. Then example for ascomycetes: Aspergillus, Claviceps, Neurospora, Penicillium, yeast. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് വരുന്ന ആസ്കോമൈസിഡ്സിലെ മെമ്പേഴ്സ്. ആസ്പെർജില്ലസ്, ക്ലാവിസെപ്സ്, ന്യൂറോസ്പോറ, പെനിസിലിയം, ഈസ്റ്റ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ന്യൂറോസ്പോറയുടെ പിക്ചറാണ്. ന്യൂറോസ്പോറ എന്ന് പറയുന്നത് ഫംഗസിലെ ഏറ്റവും കൂടുതൽ ജനറ്റിക് സ്റ്റഡീസ് നടന്നിട്ടുള്ള ഒരു ഫംഗസാണ് ന്യൂറോസ്പോറ. അതുകൊണ്ട് തന്നെ ഡ്രോസോഫില ഓഫ് പ്ലാന്റ് കിങ്ഡം എന്നൊക്കെ പറയും. ഡ്രോസോഫില ഫ്രൂട്ട് ഫ്ലൈ ആണ്. പ്ലാന്റ് കിങ്ഡത്തിലെ ഡ്രോസോഫിലയാണ്. ഏറ്റവും കൂടുതൽ ജനറ്റിക് സ്റ്റഡീസ് നടന്നിട്ടുള്ള ഒരു ഫംഗസാണ് ന്യൂറോസ്പോറ. ജനറ്റിക്കൽ പെക്യുലാരിറ്റീസ് കുറേയുള്ള ഫംഗസാണ്. ഈ കാണുന്നത് ന്യൂറോസ്പോറയുടെ പിക്ചറാണ്. ദിസ് ഈസ് ഓൾസോ ന്യൂറോസ്പോറ. നെക്സ്റ്റ് ഗ്രൂപ്പ് ബെസിഡിയോമൈസിഡ്സ് ബ്രാക്കറ്റ് ഫഞ്ചി എന്നും കൂടി ഇതിനെ പറയും. ബെസിഡിയോമൈസിഡ്സിൻ്റെ ജനറൽ ക്യാരക്ടേഴ്സ് നോക്കാം. ദേ മേ ബി ഐദർ സാപ്രോഫൈറ്റ്സ് ഓർ പാരസൈറ്റ്സ്. ഓക്കെ, മൈസീലിയം സെപ്റ്റേറ്റ് ബ്രാഞ്ചഡ് ആണ്. സെപ്റ്റേറ്റ് ആൻഡ് ബ്രാഞ്ചഡ് ആണ് മൈസീലിയം. അസെക്ഷുവൽ സ്പോർസ് ആബ്സെൻ്റ് ആണ്. അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ കോമൺ ആയിട്ട് ഇതിനകത്ത് കാണുന്നില്ല. പക്ഷേ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഉണ്ട്. ദാറ്റ് ഈസ് കോമൺ. ആൻഡ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ബൈ ഫ്രാഗ്മെൻറ്റേഷൻ. ഓക്കെ, ദെൻ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. സെക്ഷുവൽ സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്ലാസ്മോഗമി, കാരിയോഗമി, മിയോസിസ്, ഈ 3 പ്രോസസ്സും ഇതിനകത്ത് നടക്കുന്നുണ്ട്. അങ്ങനെ സെക്ഷുവൽ സ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ബെസിഡിയോമൈസിഡ്സിലെ സെക്ഷുവൽ സ്പോറിനെ ബെസിഡിയോസ്പോർ എന്ന് പറയും. ആസ്കോമൈസിഡ്സിലെ ആസ്കോസ്പോർ ആയിരുന്നു. ബെസിഡിയോമൈസിഡ്സിൽ ബെസിഡിയോസ്പോർ ആണ് സെക്ഷുവൽ സ്പോർ. ഓക്കെ, അപ്പോൾ ബെസിഡിയോമൈസിഡ്സിൽ വരുന്ന ഒരുപാട് മെമ്പേഴ്സിന് നമുക്ക് ഫെമിലിയർ ആണ്. അതിന് കുറച്ച് പിക്ചേഴ്സൊക്കെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അഗാരിക്കസ് അല്ലെങ്കിൽ മഷ്റൂം ഒക്കെ അതിനകത്താണ് വരിക. എക്സാമ്പിൾസ്: അഗാരിക്കസ്, കോമൺ ആയിട്ട് നമ്മൾ മഷ്റൂം എന്ന് പറയും, കൂണ്. ദെൻ യൂസ്റ്റിലാഗോ പക്സീനിയ,
അഗാരിക്കസ് ഒരു സാപ്രോഫൈറ്റ് ആണ്, പക്ഷേ യൂസ്റ്റിലാഗോയും പക്സീനിയയും പാരസൈറ്റ് ആണ്. അവർ സ്മട്ട്, റസ്റ്റ് ഇതുപോലെ 2 ഡിസീസ് പ്ലാന്റ്സിൽ ഉണ്ടാക്കും. പ്ലാന്റിൽ പാരസൈറ്റ് ആണ് ഇവർ രണ്ടുപേരും. അഗാരിക്കസ് നമുക്ക് കോമൺ ആയ ഒരു മഷ്റൂമാണ്, ഒരു ഫംഗസ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മഷ്റൂംസ് നമുക്കറിയാം. അതിൽ എഡിബിൾ ആയ മഷ്റൂമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആസ്കോമൈസിഡ്സിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ പറഞ്ഞ പോലെ തന്നെ ബെസിഡിയോമൈസിഡ്സിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ്, വെൻ 2 കോമ്പാക്റ്റിബിൾ ഹൈഫേ കം ടുഗെദർ, mating type hyphae come together, their cytoplasm fuses, first plasmogamy occur and enter in a stage called dikaryotic stage. ഡൈകാരിയോട്ടിക് ഹൈഫേ ഫോം ചെയ്യും. അതിനകത്ത് ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്യുന്നില്ല, ന്യൂക്ലിയായി സെപ്പറേറ്റ് തന്നെ നിൽക്കും. N+N കണ്ടീഷനാണ്. ദിസ് ഡൈകാരിയോട്ടിക് ഹൈഫേ ഡെവലപ്പ് ഇൻ ടു ഫ്രൂട്ടിംഗ് ബോഡി കോൾഡ് ബെസിഡിയോകാർപ്പ്. ഇതേപോലെയാണ് ആസ്കോമൈസിഡ്സിലെ, പക്ഷേ ആസ്കോ കാർപ്പായിരുന്നു, ഇവിടെ ബെസിഡിയോകാർപ്പാണ്. ദെൻ ബെസിഡിയോകാർപ്പ് പ്രൊഡ്യൂസ് സ്പോർ സാക്ക് ഓൾസോ നോൺ ആസ് ബെസിഡിയം. നേരത്തെ പറഞ്ഞു ആസ്കോ കാർപ്പിനകത്ത് സ്പോർ സാക്ക് ഉണ്ടാവും, അതിനെ ആസ്കസ് എന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ബെസിഡിയോ കാർപ്പ് പ്രൊഡ്യൂസ് സ്പോർ സാക്ക് ബെസിഡിയ എന്നതാണ് പ്ലൂരൽ. ദെൻ വിത്തിൻ ബെസിഡിയം കാരിയോഗമി ഒക്കർ. അതിനകത്തുള്ള സെൽസ് തമ്മിൽ ഫ്യൂസ് ചെയ്യും, കാരിയോഗമി ഒക്കർ ആൻഡ് സെൽസ് എൻ്റർ ഇൻ എ ഡിപ്ലോയിഡ് കണ്ടീഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആസ്കസിനകത്ത് 2 സെല്ലായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, ഇവിടെ ബെസീഡിയത്തിനകത്ത് ഒരൊറ്റ സെല്ലേ ഉണ്ടാവുള്ളൂ, ഡിപ്ലോയിഡ് ആയ ഒരു സെല്ല്. അപ്പോൾ ഒന്നുകൂടെ പറയാം, പ്ലാസ്മോഗമി നടക്കും, 2 ഹൈഫേ അടുത്ത് വരുമ്പോൾ, എന്നിട്ട് ഡൈകാരിയോട്ടിക് സ്റ്റേജ് വരും. ഡൈകാരിയോട്ടിക് ഹൈഫയിൽ നിന്ന് ഫ്രൂട്ടിംഗ് ബോഡിയായ ബെസിഡിയോകാർപ്പ് ഉണ്ടാവും. ബെസിഡിയോകാർപ്പിനകത്ത് ബെസീഡിയം ഫോം ചെയ്യും. ഈച്ച് ബെസീഡിയ ക്യാരി ഡൈകാരിയോട്ടിക് സെൽ. അതിനകത്ത് കാരിയോഗമി നടക്കും. കാരിയോഗമി നടന്നിട്ട് ഡിപ്ലോയിഡ് ആയ സെല്ലുണ്ടാവും. പക്ഷേ ആസ്കസിനകത്ത് 2 ഡിപ്ലോയിഡ് സെല്ലുണ്ടായിരുന്നു, ബെസീഡിയത്തിനകത്ത് ഒരൊറ്റ ഡിപ്ലോയിഡ് സെല്ല് മാത്രമേ ഉണ്ടാവുള്ളൂ. ദെൻ വിത്തിൻ ദ ബെസീഡിയം മിയോസിസ് ഒക്കർ. ആസ്കസിനകത്ത് മിയോസിസ് നടന്നു, അതുപോലെ തന്നെ ബെസീഡിയത്തിനകത്ത് മിയോസിസ് നടക്കും. മിയോസിസ് ഒക്കർ ആൻഡ് ബെസീഡിയം പ്രൊഡ്യൂസ് 4 ബെസീഡിയോസ്പോസ്. അവിടെ ആസ്കസിനകത്ത് 8 ആസ്കോസ്പോസ് ഉണ്ടായിരുന്നു, പക്ഷേ ഇവിടെ ബെസീഡിയത്തിനകത്ത് 4 ബെസീഡിയോസ്പോസ് ഉണ്ടാവുള്ളൂ. ആൻഡ് വിച്ച് ആർ പ്രൊഡ്യൂസ്ഡ് എക്സോജീനസ്ലി. പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രൂപത്തിലാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുക, പുറത്തേക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുക. ആസ്കസിൻ്റെ ഉള്ളിലായിരുന്നു ആസ്കോസ്പോസ് ഉണ്ടായിരുന്നത്, എൻഡോജീനസ്ലി ആയിരുന്നു. ബെസീഡിയത്തിനകത്ത് ബെസിഡിയോസ്പോർ വിച്ച് ആർ പ്രൊഡ്യൂസ്ഡ് എക്സോജീനസ്ലി ആൻഡ് 4 ബെസീഡിയോസ്പോസ് ആർ പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ഈച്ച് ബെസീഡിയം. ആസ്കസിനകത്ത് ഓരോ ആസ്കസിലും 8 ആസ്കോസ്പോസ് ഉണ്ടായിരുന്നു. ഇവിടെ ബെസീഡിയത്തിനകത്ത് 4 ബെസീഡിയോസ്പോറേ ഉള്ളൂ. എക്സോജീനസ്ലി പ്രൊഡ്യൂസ്ഡ് ബെസീഡിയോസ്. ഇപ്പോൾ ബെസിഡിയോകാർപ്പ് നമുക്ക് ഫെമിലിയറായൊരു സ്ട്രക്ചറാണ്. നമ്മൾ മഷ്റൂമിൻ്റെയൊക്കെ എടുത്തിട്ട് കറി വെച്ച് കഴിക്കുന്ന സാധനം അതിൻ്റെ ബെസിഡിയോകാർപ്പാണ്. അതിൻ്റെ ഹൈഫേ, ഒറിജിനൽ ഹൈഫേ പിന്നെ മൈക്രോസ്കോപ്പിക്കാണ്. അത് നമ്മൾ ഡീക്കേയിങ് വുഡിലോ അല്ലെങ്കിൽ സോയിലിലോ ഒക്കെ കാണും. അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് വരുന്ന സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. നിങ്ങൾ ഈ കാണുന്നത് ഫസ്റ്റ് പിക്ചർ ബെസിഡിയോകാർപ്പാണ്, അല്ലെങ്കിൽ മഷ്റൂമിൻ്റെ ഫ്രൂട്ടിംഗ് ബോഡിയാണ്. അതിൻ്റെ ഗിൽസ് എന്ന് പറയുന്നത് അതിൻ്റെ അടിഭാഗത്തുള്ള ലെയർ സെക്ഷൻ എടുത്ത് വെച്ചതാണിത്. അതിൻ്റെയും കുറച്ചും കൂടെ ഫൈൻ സ്ട്രക്ചറാണ് മൂന്നാമത്തെ പിക്ചറായിട്ട് കാണുന്നത്. അതിനകത്ത് ബെസീഡിയം ലാബിൽ ചെയ്തിട്ടുണ്ട്. ഓരോ ബെസീഡിയത്തിൽ നിന്നും 4 ബെസീഡിയോസ്പോസ് പുറത്തേക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതും കാണാൻ പറ്റും. മിയോസിസ് നടന്നതിന് ശേഷമാണ് ഹാപ്ലോയിഡായ ബെസീഡിയോസ്പോർ പ്രൊഡ്യൂസ് ചെയ്യുക. ഈ ബെസിഡിയോസ്പോസ് ഇതിൽ നിന്ന് ബെസിഡിയത്തിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് സ്യൂട്ടബിൾ സബ്സ്ട്രേറ്റത്തിൽ ചെന്നിട്ട് അത് ജെർമിനേറ്റ് ചെയ്ത് ഹൈഫയായിട്ട് മാറും. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പക്സീനിയ ഒരു ലീഫിനകത്ത് ഉണ്ടാക്കിയ ഡിസീസാണ്, കോൾഡ് റസ്റ്റ്. പക്സീനിയ ഒരു പാരസൈറ്റിക് ഫംഗസ് ആണ്, കോസിങ് എ ഡിസീസ് കോൾഡ് റസ്റ്റ്. പ്ലാന്റിൽ ഉണ്ടാക്കുന്ന ഒരു ഡിസീസാണ് റസ്റ്റ്. അപ്പോൾ അത് കോഫിൻ്റെ ലീവ്സിൽ, അതുപോലെ കുറേ അധികം അമരാന്തസിൻ്റെയൊക്കെ ലീവ്സിനകത്ത് ഇഷ്ടംപോലെ ഈ പക്സീനിയയുടെ ഡിസീസ് നമുക്ക് വിസിബിൾ ആവാറുണ്ട്. അതുപോലെ ഇത് അനദർ ഡിസീസാണ് സ്മട്ട് ഓൾസോ എ പ്ലാന്റ് ഡിസീസ് കോസ്ഡ് ബൈ ഫംഗസ് കോൾഡ് യൂസ്റ്റിലാഗോ. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ 3 എക്സാമ്പിൾസിൽ ഒന്ന് അഗാരിക്കസ് ആയിരുന്നു, രണ്ടാമത്തത് പക്സീനിയ കോസിങ് റസ്റ്റ് ആൻഡ് തേർഡ് വൺ യൂസ്റ്റിലാഗോ കോസിങ് സ്മട്ട്. അപ്പം മെയ്സിന് അതിൻ്റെ കോണിനകത്ത് യൂസ്റ്റിലാഗോയുടെ അറ്റാക്ക് വന്നിട്ട് അതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്തൊരു ഡിസീസാണ് മെയ്സിൻ്റെ കോൺ. ഇതുപോലെ ആകെ ഡാമേജായി പോവും. ഇനി ഫംഗസിലെ 4ാമത്തെ ഗ്രൂപ്പാണ് ഡ്യൂട്രോമൈസിഡ്സ് ഓൾസോ നോൺ ആസ് ഇംപെർഫെക്റ്റ് ഫംജി. ദെൻ ഡ്യൂട്രോമൈസിഡ്സിൻ്റെ ക്യാരക്ടേഴ്സ് നോക്കാം. ദേ ആർ സാപ്രോഫൈറ്റിക്, ദെൻ
പാരസൈറ്റിക് ഫോംസും ഉണ്ട്. മൈസീലിയം സെപ്റ്റേറ്റ് ബ്രാഞ്ചഡ് ആണ്. ഞാൻ പറഞ്ഞു മൈസീലിയം അസെപ്റ്റേറ്റ് ആയത് ഫൈക്കോമൈസിഡ്സിൽ മാത്രമേ ഉള്ളൂ. സെപ്റ്റേറ്റ് ബ്രാഞ്ചഡ് ആണ്. ദെൻ സെക്ഷുവൽ സ്പോറ് കൊണീഡിയോസ്പോറാണ്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ബൈ ഫ്രാഗ്മെൻറ്റേഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ജനറലായിട്ട് വരുന്ന ക്യാരക്ടേഴ്സ് ഡ്യൂട്രോമൈസിഡ്സിൻ്റെ. അതിനകത്ത് സെക്ഷുവൽ സ്പോറിനെ കുറിച്ച് നമുക്ക് പറയുന്നില്ല, അതിനുള്ള റീസൺ ഞാൻ പറയാം. ദെൻ ഡ്യൂട്രോമൈസിഡ്സ് ഓൾസോ നോൺ ആസ് ഇംപെർഫെക്റ്റ് ഫഞ്ചി. Why Deuteromycetes are called imperfect fungi? Because അവരുടെ സെക്ഷുവൽ സ്റ്റേജ് നോട്ട് യെറ്റ് ഐഡൻറ്റിഫൈഡ് ആണ്. പെർഫെക്റ്റ് സ്റ്റേജായ സെക്ഷുവൽ സ്റ്റേജ് ഇതുവരെ ഐഡൻറ്റിഫൈ ചെയ്യാത്ത ഫംഗസാണ് ഈ ഡ്യൂട്രോമൈസിഡ്സിലുള്ളത്. സെക്ഷുവൽ സ്റ്റേജിനെ കുറിച്ചും വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനെ കുറിച്ചൊക്കെ നമ്മൾ സ്റ്റഡി ചെയ്ത് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ സെക്ഷുവൽ സ്പോർ ഉണ്ടോ, സെക്ഷുവൽ സ്റ്റേജ് എന്തൊക്കെയാണ്, സെക്ഷുവൽ സ്പോർ ഉണ്ടോ എന്നുള്ളത് പെർഫെക്റ്റ് സ്റ്റേജായ സെക്ഷുവൽ സ്റ്റേജിനെ കുറിച്ച് നോട്ട് യെറ്റ് ഐഡൻറ്റിഫൈഡ്. ഇങ്ങനെയുള്ള മെമ്പേഴ്സാണ് ഈ ഒരു ഗ്രൂപ്പിനകത്ത് വരുന്നത് ഡ്യൂട്രോമൈസിഡ്സിൽ. നോക്കൂ, വൺസ് ദെയർ സെക്ഷുവൽ സ്റ്റേജ് ഐഡൻറ്റിഫൈഡ്. അപ്പോൾ നമ്മൾ സ്റ്റഡീസൊക്കെ കണ്ടിന്യൂ ചെയ്യുമ്പം എപ്പോഴെങ്കിലും ഇതിൻ്റെ സെക്ഷുവൽ സ്പോറിനെ കുറിച്ചോ സെക്ഷുവൽ സ്റ്റേജിനെ കുറിച്ചോ ഐഡിയ കിട്ടിയാൽ, ഐഡൻറ്റിഫൈഡ് ആയാൽ, ദേ ഓഫൺ മൂവ് ടു ഐദർ ആസ്കോമൈസിഡ്സ് ഓർ ബെസിഡിയോമൈസിഡ്സ്. പുതിയൊരു ഗ്രൂപ്പിലേക്കല്ല, ഒന്നുകിൽ ആസ്കോമൈസിഡ്സിലേക്ക് അല്ലെങ്കിൽ ബെസിഡിയോമൈസിഡ്സിലേക്ക് ഈ ഒരു മെമ്പറെ അതിൽ നിന്ന് മാറ്റും. ഓക്കെ, ഡ്യൂട്രോമൈസിഡ്സിൻ്റെ ചെറിയൊരു അക്കൗണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പിക്ചറൊക്കെ കാണുന്നുണ്ട്, നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. എക്സാമ്പിൾസ് ആണ് ആൾട്ടർനേറിയ, കൊളിറ്റോട്രൈക്കം, ട്രൈക്കോഡെർമ. ഡ്യൂട്രോമൈസിഡ്സിന് എക്സാമ്പിൾസ് പഠിച്ചു വെച്ചോളാം. ആൾട്ടർനേറിയ, കൊളിറ്റോട്രൈക്കം ആൻഡ് ട്രൈക്കോഡെർമ. അതിൻ്റെ പിക്ചേഴ്സും നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് ട്രൈക്കോഡെർമയാണ്. ദെൻ ദിസ് ഇസ് കൊളിറ്റോട്രൈക്കം. കൊളിറ്റോട്രൈക്കം ഹൈഫയാണ് കാണുന്നത്. ആൻഡ് ദിസ് വൺ ഇസ് ആൾട്ടർനേറിയ. ഓക്കെ, ഈ 3 എക്സാമ്പിൾസും പഠിച്ചു വെക്കുക. ഇത്രയാണ് ഇതിനകത്ത് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു സെക്ഷൻ നമ്മൾ ഇതോടുകൂടി വൈൻഡപ്പ് ചെയ്യാണ്. കിങ്ഡം ഫഞ്ചൈ നമ്മൾ കംപ്ലീറ്റ് എടുത്തു കഴിഞ്ഞു. ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്, ക്ലാരിഫിക്കേഷൻസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി വൃത്തിയായിട്ട് പഠിച്ചു വെക്കുക. നോട്ട് കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, താങ്ക് യു.